സെപ്റ്റംബർ 3-ാം തീയതി വെൻ ബുൾറൺ എന്നുള്ള നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിരുന്നു സെപ്റ്റംബർ 17-ാം തീയതി ബുൾറൺ തുടങ്ങുമെന്ന്. സെപ്റ്റംബർ 17-ാം തീയതിയും 18-ാം തീയതിയും 56K ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഒറ്റയടിക്ക് 63-ലെത്തി നിൽക്കുന്നു ആസ് ഓഫ് ടുഡേ. അതിൻ്റെ അർത്ഥം ബുൾറൺ തുടങ്ങി എന്നാണോ? ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഡിപ്പ് ഉണ്ടാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ബുൾറൺ തുടങ്ങി എന്ന് കാണിക്കുന്ന 5 ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നല്ല ബുൾറൺ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയായി കാണുന്ന 5 ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് യു വാണ്ട് ടു നോ മോർ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ, ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. സെപ്റ്റംബർ 17-ാം തീയതിയും 18-ാം തീയതിയും ഒരു സഡൻ ജമ്പ് വന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെയുള്ള ഫെഡ് കട്ട് റേറ്റ് തന്നെയാണ്. ഈ ചാർട്ടിൽ കാണുന്നത് പോലെ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നത് സെപ്റ്റംബർ 17 അല്ലെങ്കിൽ 18-ാം തീയതിത്തെ FOMCയിലാണെന്നുള്ളത്. അത് ഒരു ഇൻസ്റ്റൻസ് മാത്രമല്ല, അടുത്ത 10 മാസത്തേക്കായിട്ട് ഏകദേശം 0.25 എല്ലാ മാസവും കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് അതൊരു ബുൾറൺ തുടങ്ങാൻ മാത്രം ശക്തിയുള്ളതാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്കറ്റിലൊരു യൂഫോറിക് ഇവൻ്റ് വന്ന് ഒരു സഡൻ പമ്പ് വന്നത്? യൂഷ്വലി ഗവൺമെൻറ് എക്കണോമി കൺട്രോൾ ചെയ്യുന്നതിനുള്ള വൺ ഓഫ് ദെയർ ടൂളാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ സാധാരണ എന്താണ് സംഭവിക്കുക? ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ടേക്ക് ലോൺ. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോയിട്ട് ലോൺ എടുക്കാൻ വരെ തക്ക പവർഫുള്ളാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് എന്നുള്ളത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കറൻസിക്ക്, ഏത് രാജ്യത്താണോ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നത് അവിടുത്തെ പർട്ടിക്കുലർ കറൻസിക്ക് ഒരു അൺപ്രസിഡൻറ്റ് ഡിമാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് പ്രിൻറ്റ് മണി. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് USA കാര്യമാണ്. സോ ദേ പ്രിൻറ്റ് ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. ദേ പ്രിൻറ്റ് ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് ആൻഡ് ഗിവ് ഇറ്റ് ടു പല ആൾക്കാർ. അപ്പോൾ എന്തുണ്ടാകും? ആ മണി ഗ്രാജുവലി ട്രിക്കിൾ ഡൗൺ ചെയ്തിട്ട് സാധാരണക്കാരിലേക്കും ചെറിയ ഇൻവെസ്റ്റേഴ്സിലേക്കും എത്തും. നമ്മൾ ആദ്യം പറഞ്ഞത് വെരി ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ മേ ബി ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോയി എടുക്കുന്ന ലോണാണെങ്കിൽ ആ മണി ഇവൻച്വലി അത് ട്രിക്കിൾ ഡൗൺ ചെയ്തിട്ട് സാധാരണക്കാരിലേക്കും റീറ്റെയിലേഴ്സിലേക്കും ചെറിയ ട്രേഡിംഗ് ഫേംസിലേക്കും ഒക്കെ എത്തും. അപ്പോൾ നാച്ചുറലി അവർ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ് ചൂസ് ചെയ്യുന്നു. അതിലൊരു സെക്ടറായിട്ട് ക്രിപ്റ്റോ അസറ്റ് ക്ലാസ്സും വരുന്നു. ക്രിപ്റ്റോയുടെ പ്രത്യേകത നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള പോലെ വളരെ വോളറ്റൈലാണ് ആൻഡ് വളരെ ചെറിയ ഒരു അസറ്റ് ക്ലാസ് ആണ്. അതുകൊണ്ട് ട്രില്യൻസ് ഓഫ് ഡോളേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ട് ഇറക്കുമ്പോൾ മാർക്കറ്റിൽ വരുന്ന എക്സസ് മണി സപ്ലൈ, അതിനെ ഗ്ലോബൽ ലിക്വിഡിറ്റി സൈക്കിൾ എന്ന് പറയും. അതിൻ്റെ തുടക്കമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എക്സസ് മണി വരുമ്പോൾ നാച്ചുറലി അതിൻ്റെ ഒരു പോർഷൻ ക്രിപ്റ്റോയിലേക്ക് എത്തുന്നു. ഒരു ചെറിയ പോർഷൻ എത്തുമ്പോൾ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് അത് ധാരാളമാണ്. കാരണം ക്രിപ്റ്റോ ചെറിയ ഒരു ഇതായതുകൊണ്ട്, അതായത് 300 ട്രില്യൺ അസറ്റുള്ള റിയൽ എസ്റ്റേറ്റിലേക്ക് ഒരു 2 ട്രില്യൺ വരുന്ന പോലെ അല്ല ക്രിപ്റ്റോയിലേക്ക് 2 ട്രില്യൺ വരുന്നത്. അത് ഒരു ഫോമോ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ബുൾറൺ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കണ്ട് ഒരുപാട് റീറ്റെയിലേഴ്സ് അത് ശ്രദ്ധിക്കുന്നു. ദേ ഓൾസോ ജോയിൻ ആൻഡ് വി ഗെറ്റ് ദ ബുൾറൺ. ഇങ്ങനെയാണ് ബുൾറൺ തുടങ്ങുന്നത്. പിന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് എന്നുള്ളത് നെക്സ്റ്റ് 10 months പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ 2 ദിവസം മുമ്പ് കണ്ട പമ്പ് ജസ്റ്റ് ഒരു യൂഫോറിക് ഇവൻ്റ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ദർ വിൽ ബി എ പുൾ ബാക്ക്. പ്രോബബ്ലി അതൊരു 50-52 റേഞ്ചിലേക്കൊക്കെ സ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞതെല്ലാം ഇൻവാലിഡായി എന്നല്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ പ്രോസസ്സ്. ഒരു ഹൈപ്പ് വരുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ മണി പ്രിൻറ്റിങ് അല്ലെങ്കിൽ മണി സപ്ലൈ കൂടാനും അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത ആൾക്കാരിലേക്ക് എത്താനും ഒക്കെ ടൈം എടുക്കും. ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. പക്ഷേ ഡെഫിനറ്റ്ലി ദിസ് ഈസ് വൺ ഓഫ് ദ ഇവൻറ്റ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ ഹാവിങ് കഴിഞ്ഞിട്ടുള്ള യൂഷ്വൽ പീരീഡാണ്. കഴിഞ്ഞ 2-3 ബിറ്റ്കോയിൻ സൈക്കിളിലും ബുൾറൺ തുടങ്ങുന്നത് ഏകദേശം 180 days കഴിഞ്ഞിട്ടാണ് റഫ്ലി. ഈ ചാർട്ടിൽ കാണുന്ന പോലെ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മന്ത് ഫോർ ക്രിപ്റ്റോ. ഇതിൽ കാണാം കഴിഞ്ഞ 10 വർഷത്തിൽ ഏകദേശം 7 വർഷവും നല്ല റിട്ടേൺസാണ് ബിറ്റ്കോയിൻ തന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പപ്റ്റോബർ എന്നാണ് പറയുന്നത്, പംപ്റ്റോബർ. സോ നാച്ചുറലി നമ്മുടെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒക്ടോബറിൽ കൊളൈഡ് ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ കോൺഫ്ലുവൻസ് ആണ്. അതായത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഒരേ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അക്യുറസി കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫേംലി ബിലീവ് ചെയ്യുന്നത് യെസ് ദ മാർക്കറ്റ് ഈസ് പിവറ്റിംഗ് ടുവേഴ്സ് ആൻ അപ്വേർഡ് മൂവ്മെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ രണ്ടാമത്തേത് നാച്ചുറലി ഉള്ള ബിറ്റ് കോയിൻ സൈക്കിൾസിൻ്റെ ഒക്ടോബർ മന്തിലുള്ള പമ്പ് കോയിൻസൈഡ് ചെയ്ത് വരുന്നതാണ്. വി ആർ എൻഡ് ഓഫ് സെപ്റ്റംബർ, ഒക്ടോബർ തുടങ്ങാൻ ജസ്റ്റ് 1 വീക്കും കൂടിയേ ബാക്കിയുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ ഓൾ ടൈം ഹൈ എത്തി നിൽക്കുകയാണ്. ഹിസ്റ്റോറിക്കലി ഉള്ള ചാർട്ടുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണുന്നത് എപ്പോഴൊക്കെ ഗോൾഡ് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടോ അതിനെ ഫോളോ ചെയ്ത് ക്രിപ്റ്റോ മാർക്കറ്റും ആസ് എ ഹോൾ പോയിട്ടുണ്ട്. ഇത് മേ ബി കണക്റ്റഡ് ടു ഗ്ലോബൽ ലിക്വിഡിറ്റി സപ്ലൈ ഓർ പല കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ ഇടുന്നു. സോ കുറച്ച് പേര് ഗോൾഡ് ചൂസ് ചെയ്യുന്നു, കുറച്ച് പേര് ക്രിപ്റ്റോ ചൂസ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമായിട്ടും ആയിരിക്കാം. പക്ഷേ ഹിസ്റ്റോറിക്കലി ഗോൾഡ് ഓൾവേസ് ഫ്രണ്ട് റൺ ക്രിപ്റ്റോ മാർക്കറ്റ്. അപ്പോൾ കറൻ്റ്ലി ഗോൾഡ് പ്രൈസ് ഓൾ ടൈം ഹൈയിലാണ്. ഇതാണ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. നാലാമത്തെ റീസൺ ആണ് നമ്മുടെ US ഇലക്ഷൻ ആൻഡ് ട്രംപ്സ് സപ്പോർട്ട് ഫോർ ക്രിപ്റ്റോ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തതാണ്. പക്ഷേ പോകെ ട്രംപ് ബിറ്റ് കോയിന് വേണ്ടിയുള്ള പുള്ളിയുടെ സപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അഡ്വക്കേറ്റ് ചെയ്യുകയും പുള്ളി ബിറ്റ് കോയിൻ കോൺഫറൻസുകളിൽ പോയിട്ട് ബർഗർ ബിറ്റ് കോയിൻ ഉപയോഗിച്ച് മേടിക്കുന്നു. അതുപോലെ ആൾക്കാരുടെ അടുത്ത് ഐ വാണ്ട് മോർ ബിറ്റ് കോയിൻ എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പുള്ളി നടത്തിയ അനൗൺസുകൾ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹീ ഈസ് എ വെരി പ്രോ ക്രിപ്റ്റോ ഗായ് ആൻഡ് ദ ചാൻസ് ഓഫ് ഹീ വിന്നിങ് എലക്ഷൻ ഈസ് ഓൾസോ വെരി ഗുഡ്. അതുകൊണ്ട് ട്രംപ് വന്നാൽ ഇറ്റ് വിൽ ടേക്ക് ടു ദ സ്ട്രാറ്റോസ്ഫിയർ, അല്ലെങ്കിൽ അതർ ഫാക്ടേഴ്സ് സ്റ്റിൽ ഹോൾഡ്സ് ട്രൂ. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് FTX റീഫണ്ടാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ബുൾറണ്ണിൻ്റെ അവസാനത്തിൽ FTX എന്ന് പറയുന്ന ഒരു വലിയൊരു എക്സ്ചേഞ്ച് കൊളാപ്സ് ആവുകയും അതിൽ കുറേ പേർക്ക് ഫണ്ട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെൻറ് ആ എക്സ്ചേഞ്ച് ഏറ്റെടുത്ത് അവരുടെ അസറ്റൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് ഇപ്പോൾ USDT ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ FTXൽ ഫണ്ട് പോയവർക്ക് ഗവൺമെൻറ് റീഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അവർ റീഇഷ്യൂ ചെയ്യുന്നത് USDTയിലാണ്. അതായത് അവരുടെ റെസ്പെക്റ്റീവ് കോയിൻസ് കൊടുത്തിട്ട് മാർക്കറ്റിൽ ഡംപ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് ബുൾ മാർക്കറ്റ് അപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് പേർക്ക് USDTയിൽ ക്രിപ്റ്റോ കിട്ടിയാൽ നാച്ചുറലി സംഭവിക്കാൻ പോകുന്നത് ദേ വിൽ റീഇൻവെസ്റ്റ് ഇൻ ടു ദ ക്രിപ്റ്റോ മാർക്കറ്റ് ഇറ്റ് സെൽഫ്. കാരണം അവർ പണ്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. ദേ ഹാവ് USDT, ക്രിപ്റ്റോ ഈസ് ബൂമിങ് അപ്പ്, മാർക്കറ്റ് ഈസ് ബൂമിങ് അപ്പ്, ദേ ഗെറ്റിംഗ് ലോട്ട് ഓഫ് മണി ക്വിക്ക്ലി. വേറെ ഒന്നുമില്ല, ആ മണിയും കൂടി മാർക്കറ്റിലേക്ക് വരുന്നു. സോ അതാണ് അഞ്ചാമത്തെ കാരണം. ആറാമത്തെ ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഓൾ കോയിൻ ഡൊമിനൻസ് എന്ന് പറയുന്നത്. അതായത് ക്രിപ്റ്റോയിൽ ബിറ്റ് കോയിനൊക്കെ ഒരു സൈഡും ബാക്കി കോയിൻസൊക്കെ മറ്റൊരു സൈഡുമാണ് നിൽക്കുന്നത്. ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഒരു വലിയ ഇൻഡിക്കേറ്ററാണ്. അതുപോലെ തന്നെ വേറൊരു ഇൻഡിക്കേറ്ററാണ് ആൾ കോയിൻ ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഈ ചാർട്ടിൽ നോക്കുമ്പോൾ, ഈ ഡെയിലി ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഡെയിലി ടൈം ഫ്രെയിമിൽ ഫോം ആയിട്ടുണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല ഇതൊരു RSI ഡൈവേർജൻസും കൂടിയാണ്. ഇവിടെ കാണുന്ന പോലെ ഡബിൾ ബോട്ടം ഡൈവേർജൻസ്, ഇത് ഒരു ബുള്ളിഷ് സിഗ്നലാണ്. അതായത് ആൾ കോയിൻ്റെ പ്രൈസ് കൂടുമ്പോഴാണ് ഓൾ കോയിൻ ഡൊമിനൻസ് സാധാരണ കൂടുന്നത്. അതിൻ്റെ തുടക്കത്തിൽ, അതായത് ഡബിൾ ബോട്ടം ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന വ്യക്തികൾക്കറിയാം ഈ ഡബിൾ ബോട്ടം ഡൈവേർജൻസ് ഈസ് എ വെരി പ്രൂവൺ ഇൻഡിക്കേറ്റർ. നമ്മളിപ്പോൾ അതിൻ്റെ തുടക്കത്തിൻ്റെ സ്റ്റേജിലാണ്. ഇത് മാത്രമല്ല ഈ ട്രെൻഡ് ലൈനിൽ കാണുന്നത് പോലെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ലെഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വാട്ട് വി എക്സ്പെക്ട് നെക്സ്റ്റ്? നമ്മൾ പറഞ്ഞ പോലെ ഈ യൂഫോറിക് ഇവൻ്റ് കഴിയുമ്പോൾ ചെറിയൊരു കൂൾ ഡൗൺ ഉണ്ടാകും. Bitcoin may come back to around 55-54 range, and then here the altcoin dominance also will go down, and then the next leg starts up. That confirms the altcoin run. അവിടെ അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ഒരു altcoin run ആണ്. എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ ബുൾ മാർക്കറ്റ് തുടങ്ങിയെന്ന് നമ്മൾ പറയുന്നതെന്നും എങ്ങനെയാണ് 5 ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒരേ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ
ക്രിപ്റ്റോ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കം ഓൺ, ലെറ്റ്സ് ഗ്രോ ടുഗദർ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.